അരക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട സുകുമാരൻ ജീവിതം മുന്നോട്ട് നീക്കുന്നത് ചക്രക്കസേരയിലിരുന്ന് കുട നിർമ്മിച്ചാണ്. ഏതു തരത്തിലുള്ള കുടയും നിർമ്മിക്കുന്ന ഇദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗം ഒന്നും തന്നെയില്ല. ബാങ്ക് ലോണും ചികിത്സാ ചെലവും അടക്കം തിരിച്ചു നൽകാനായി പണിതീരാത്ത വീടും വിറ്റു. വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. വാടക ഇനത്തിലും നിത്യചിലവും അസുഖബാധിതയായ ഭാര്യയുടെ ചിലവും ഇദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അധിക ഭാരമായി മാറിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി കുട്ടികൾക്ക് കുടയും പുത്തൻ ബാഗും വാങ്ങാനോടുന്ന രക്ഷിതാക്കൾ ഇദ്ദേഹത്തെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. 13 വർഷം മുമ്പ് സ്വന്തം പഴയ വീട് പുതുക്കി പണിയുമ്പോൾ മുകളിൽ നിന്നും താഴേക്ക് വീണാണ് നട്ടെല്ല് പൊട്ടി അരയ്ക്ക് കീഴ്പോട്ട് സുകുമാരന്റെ ചലനശേഷി നഷ്ടപ്പെട്ടത്. പിന്നീട് കിടപ്പിലും വീൽചെയറിലുമായ ജീവിതം. ഭാര്യ കൂടി അസുഖക്കാരിയായതോടെ വരുമാന മാർഗത്തിനായി ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചു. കൂലിപ്പണിയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപകടത്തിനു ശേഷം പിന്നീട് എന്ത് ചെയ്യും എന്നതിനുള്ള ഉത്തരമായാണ് കുട നിർമ്മാണത്തിൽ എത്തിച്ചത്. ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് പഴയ വീട് പുതുക്കി പണിയാൻ ആരംഭിച്ചത്. അപകടത്തിൽപ്പെട്ട ശേഷം ആശുപത്രി, ഓപ്പറേഷൻ തുടങ്ങിയവയ്ക്കായി കടം വാങ്ങേണ്ടിയും വന്നു. ബാങ്ക് ലോണും ചികിത്സയ്ക്ക് കടം വാങ്ങിയതും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പണി പൂർത്തിയാവാത്ത വീട് വിറ്റു. പിന്നീട് വാടക വീട്ടിലായിരുന്നു താമസം. മാസം എല്ലാത്തിനും നല്ലൊരു തുകയും ഇപ്പോൾ ചിലവുണ്ട്. ജോലി ചെയ്യാനുള്ള മനസ്സ് മാത്രമാണ് ആകെ കൈമുതലായുള്ളത്. സാമ്പത്തികമായി സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ അല്ലാതെ വേറെ വരുമാന മാർഗമൊന്നും ഇദ്ദേഹത്തിനില്ല. സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ പെൻഷനും നിലച്ച അവസ്ഥയിലാണ്. ഇടയ്ക്ക് മൂത്രാശയ സംബന്ധമായ രോഗവും വരുന്നുണ്ട്. വീൽ ചെയറിലിരുന്ന് കിഡ്സ് ഫാൻസി 2 ഫോൾഡ് 3 ഫോൾഡ് ബ്ലാക്ക് കളർ പ്രിന്റ് കുടകൾ ചെയ്തു നൽകുന്നുണ്ട്. 5 ഫോൾഡിൽ ബ്ലാക്ക് കളർ പ്രിന്റ് എന്നിവയും നിർമ്മിച്ചു കൊടുക്കും. കൂടാതെ കാലൻ കുടകളും ഇദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് മാത്രമാണ് കച്ചവടത്തിന് സഹായകം. ഓരോരുത്തരും ഒരു കുടയെങ്കിലും വാങ്ങിയും മെസ്സേജ് ഷെയർ ചെയ്തും സഹായിക്കണം എന്നതാണ് സുകുമാരന്റെ ആവശ്യം. ഇന്ത്യയിൽ എവിടെയും കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ അയച്ചു കൊടുക്കുകയും ചെയ്യും.